ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇതുവരെ വഴിയൊന്നും അറിയാൻ പാടില്ല. എത്ര വർഷമായി? ഞാൻ 20 വർഷം മുമ്പല്ലേ ഇവിടെ മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അന്ന് കണ്ട സ്ഥലങ്ങളൊന്നും അല്ല ഇത്. ഓട്ടോ വരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വിടാനോ? എത്ര രൂപ പറഞ്ഞേട്ടാ? മീറ്റർ കാശ് ഒന്നും ചേട്ടാ, മീറ്റർ ഇട്ട് പോവാം നമുക്ക്. എന്നാലും എത്ര പൈസ കുറവാണ്? അത് കുഴപ്പമില്ല, സാധാരണ മീറ്റർ കാശ് എന്നാൽ മതി, കൂടുതലൊന്നും ആവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വരും. തിരുവനന്തപുരം ഭാഗത്തോട്ട് എപ്പോഴാണ് ട്രെയിനെന്ന് അറിയാവോ? അയ്യോ, അതറിയില്ല ചേട്ടാ, അത് അവിടെ നിന്ന് അന്വേഷിച്ചിട്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്കാണോ ബാക്കിലേക്കാണോ? എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തിരുവനന്തപുരം വണ്ടി കിട്ടിയാൽ എന്നാ പോവാം. ഓക്കെ. ഇങ്ങനെയുള്ള അംഗം കാണിക്കും. സ്ഥലം കണ്ടിട്ടേ മമ്മൂട്ടിയുടെ വീടിന്റെ അടുത്തല്ലേ ഇത്? പുള്ളിയുടെ വണ്ടിയാണത്, മമ്മൂട്ടിയുടെ വണ്ടിയാണത്. ഇത് തന്നെയാണ്, ഈ പരിസരമൊക്കെ തന്നെയാണ് മമ്മൂട്ടിയുടെ വീട്. അന്ന് ഈ ബിൽഡിങ്ങൊന്നും അല്ല കേട്ടോ, ഡബിൾ റോഡാണ്. അന്ന് ഒരു ഒറ്റ റോഡായിരുന്നു. അപ്പൊ ഈ വഴിയല്ലല്ല, നമ്മ ഒറ്റ റോഡിലാ പോയത്. വഴിമാറി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ, ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഞങ്ങൾ എന്റെ അടുത്ത് ഇത്ര പൈസ ഒന്നുമില്ല. മീറ്റർ പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. ഈ വഴിയൊന്നും അല്ല. കാർത്തിപ്പറമ്പ് റോഡല്ല, കാർത്തിപ്പറമ്പ് റോഡ് സൗത്ത് ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കളത്തിപ്പറമ്പ് റോഡിൽ കൂടെ. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനല്ലേ പോകേണ്ടത്? റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ടത്. കുട്ടിൻ്റെ എന്തിനാണ്? ചേട്ടൻ എത്ര നാളായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്? ആൾക്കാർ പറയുന്നുണ്ട്, എറണാകുളത്ത് ആൾക്കാർ പുതിയ ആൾക്കാർ ഒരുപാട്. വാങ്ങിക്കൂല. ഞാൻ പുതിയ ആളല്ല, ഞാൻ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ 20 വർഷത്തിൽ റോഡൊക്കെ മാറിപ്പോയില്ലേ ചേട്ടൻ? എന്തേ പറയുന്ന? 20 വർഷം കൊണ്ട് റോഡൊക്കെ മാറിപ്പോയില്ലേ ചേട്ടൻ? അന്ന് കണ്ട റോഡ് ഇപ്പൊ കാണുക. ഇവിടെ ഒന്ന് 10 മിനിറ്റ് ഓട്ടോ വന്നേ ചേട്ടൻ, ഞാൻ എത്തിച്ചേരാം. ചേട്ടാ, 10-15 മിനിറ്റ് നേരത്തെ ഓട്ടോ ഉണ്ടാവണം വരെ. ചേട്ടന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോണ്ടേ? ചേട്ടാ, അങ്ങനെയൊന്നും വാങ്ങൂല. ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവിടെ വന്നിരിക്കുമ്പോ ആൾക്കാരോട് ചോദിച്ചോ. ചേട്ടാ, കളത്തിപ്പറമ്പ് റോഡിൽ കൂടി അല്ല, അതിന്റെ തൊട്ടിപ്പുറത്ത് ഞാൻ കൊണ്ട് ചേട്ടൻ ആക്കി തരാം. ചേട്ടൻ സ്റ്റോപ്പ് കെട്ടുണ്ട് അവിടെ നിന്ന്. ചേട്ടൻ അവിടെ ഇരുന്നോ, ചേട്ടനെ എത്തിച്ചേരാന്ന്. ചേട്ടൻ ഇരുന്നോ, സമാധാനം. എന്തായാലും വന്നില്ലേ, കേറ്. പാർക്കിലൊന്നും പോകാറുന്നല്ലേ? വലിയ പാർക്ക് അല്ല, അവിടെ ഒരു പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അവിടെ കായലിന്റെ സൈഡിലാണ്. നല്ല കാറ്റും കൊള്ളാം. ഇന്ന് നമുക്ക് സമയമുണ്ടോ? കാറ്റ് കൊള്ളാനുണ്ടോ? കുറച്ചു നേരം പോയിരിക്കാം. നിങ്ങൾക്ക് പാർക്കിൽ പോണ? അതാ റെയിൽവേ സ്റ്റേഷനിൽ വിടണ? അല്ല, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി. ഇത് ഏത് വഴിയാ? ഈ റോഡ് ഏതാ? റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് പോകുന്ന റോഡായിട്ടാ ഇത്. ഈ റോഡ് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ റോഡ് കർഷക റോഡിലേക്ക് ചെന്ന് മുട്ടുന്ന റോഡായിട്ടാ. എനിക്ക് കളത്തിപ്പറമ്പ് റോഡ് അറിയാം. കളത്തിപ്പറമ്പ് റോഡ് ആ റോഡിൽ കൂടെ പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ.
ചേട്ടാ അത് രണ്ട് സൈഡാണ്. റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറവും ഇപ്പുറവും ആണ്. ചേട്ടാ പേടിക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് ആക്കി തരാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. രണ്ട് സൈഡുണ്ടോ അപ്പൊ? ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇല്ലേ? ഈ ബിൽഡിംഗ് ഇതൊക്കെ കണ്ടത് നമ്മൾ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മീറ്റർ കാശ് എന്ന് പറഞ്ഞാല് മീറ്റർ പൈസ തരണ്ടേ? അതിനകത്ത് ഓടുന്ന കാണുന്ന പൈസ തരണ്ടേ? നിങ്ങൾ അവിടെ ഇവിടെ എങ്ങോട്ടാ പോകുന്നത് ചേട്ടാ? ചേട്ടാ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വിട്ടു തരാൻ ചേട്ടാ, നിങ്ങൾക്ക് പോകേണ്ടത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി എങ്ങോട്ടാ ചേട്ടാ പോകുന്നത്? ചേട്ടാ ദേ ഇതാണ് മനോരമ ജംഗ്ഷൻ. ചേട്ടൻ ഇവിടുന്ന് കയറിയ പാലത്തിന്റെ അടിയിൽ കൂടി കയറിയ ചേട്ടന് പോകേണ്ട സ്ഥലമെത്തി. അല്ല അന്ന് പണ്ടാണെങ്കിലേ ഈ കർഷക റോഡ് വഴിയാ പോകുന്നത്. ഇത് മോളിൽ കയറിയിട്ട് ചേട്ടാ മോളിലൊന്നും കയറുന്നില്ല. ചേട്ടാ കളത്തിപ്പുറം റോഡ് വഴിയല്ല, കാർഷിക റോഡ് വഴിയാ പോകുന്നത്. ചേട്ടൻ ഇപ്പൊ മനസ്സിലാവും അവിടെ ചെന്ന് കഴിയുമ്പോ. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എന്നൊരു പൈസ കൂടുതലൊന്നുമില്ല കേട്ടോ. മീറ്റർ കാറ്റെന്ന് പറഞ്ഞു കുട്ടിച്ച് പൈസ മേടിച്ചെന്ന് അവിടെ ആൾക്കാർ പറയാം. ഇത് പണ്ടൊന്നും ഇല്ല, ഇതിന്റെ കൂടെ ഒന്നും വഴിയില്ല. പുതിയ വഴിയാണ് പാലം കയറി ഇറങ്ങിയിട്ട് വലത്തോട്ടാ പോകേണ്ടത്. പുതിയ വഴിയായിരിക്കും. അങ്ങനെയല്ലേ പോകുന്നത്? പുതിയ വഴിയായിരിക്കും ചേട്ടാ. നമുക്ക് നോക്കാം. അയാൾ പറ്റിക്കില്ല എന്ന് പറഞ്ഞില്ലേ? നോക്കാം നമുക്ക് അയ്യോ ഇവിടെ ചെല്ലുമെന്ന്. ഇത് പുതിയ വഴിയായിരിക്കും. റോഡ് കണ്ട, ഇത് പുതിയ റോഡാ. ചേട്ടാ നോക്കിയേ, ചേട്ടൻ ഇപ്പൊ തന്നെ എത്തി. നിങ്ങൾ ദൂരമൊന്നും പോകണ്ട, അത് ഇപ്പൊ തന്നെ എത്തി അവിടെ. അപ്പൊ ഇത് പുതിയതാണോ? ആ പിന്നെ ഇത് പുതിയ റോഡാന്ന് തോന്നുന്നു. അയ്യോ അതിലേക്കൂടെ അന്ന് ഞാൻ വന്നു അതിലേക്കൂടെ. അതെന്താ ചേട്ടാ? ഫ്രണ്ട് വശമാണോ അത്? ചേട്ടാ ഇതിപ്പോ നിങ്ങൾ പോകുന്ന റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതേ ആ പാലത്തെ കൂടി കയറി നിങ്ങൾ നേരെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് പോവാം. ഇതാണ് പാലം. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ അല്ലം വഴി ചുറ്റിക്കറങ്ങി കൊണ്ടുവരാം. 50 രൂപ കൂടി കൂടുതൽ വാങ്ങിക്കാം. ഞാൻ അത് ചെയ്തില്ലല്ലോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് നിർത്തിയല്ലേ ചെയ്തത്. നിങ്ങൾക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്താൽ ചേട്ടാ, ഞങ്ങൾ ഓട്ടോക്കാരെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. നിങ്ങളെ പറ്റിച്ച് 10 രൂപ കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് അരി മേടിക്കാനായിട്ട്. ഇതല്ല ഈ പാലം കയറി അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ചെല്ലാം. നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ മതിയെങ്കിൽ ഇവിടെ കയറാം. ഇവിടെ എൻട്രൻസ് ഉണ്ട്. നിങ്ങളെയൊന്നും പറ്റിച്ച് നമുക്ക് 10 രൂപ ഈ റോഡ് തുറന്നത് ഈ റോഡ് ഈ എൻട്രൻസ് എനിക്ക് അറിയത്തില്ല. ഇത് ഭയങ്കര എളുപ്പ വഴിയല്ലേ നിങ്ങളെ കൊണ്ട്. ഇത് കണ്ടാ മിനിമം ചാർജ് 31 രൂപ 50 പൈസ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കാശേ ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? മിനിമം 30 രൂപ, 1 രൂപ കൂടുതലല്ലേ. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഞങ്ങൾക്ക് അരി മേടിക്കാനായിരുന്നു കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കി. ചില ആൾക്കാർ പറയാം നിങ്ങൾ വെറുതെ എന്തിനു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കിവിടെ അറിയത്തില്ല. ഞാൻ പറഞ്ഞ ഈ റോഡിലൂടെ അപ്പുറത്ത് ഇവിടെ എല്ലാരും പറ്റിച്ച് പൈസ മേടിക്കണം. ഇത് കുഴപ്പമില്ല കേട്ടാ, മനസ്സിലായി. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്റെ പൈസ തന്നേരാ. 50 രൂപ എടുക്കും. 35 രൂപയല്ലേ വേണം? വേണ്ട, ചേട്ടന് 35 രൂപ തന്നാ മതി. നമുക്ക് ചേട്ടനോട് 50 രൂപ കൂടുതൽ മേടിക്കാൻ അതിലേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ അത് വേണ്ട. എന്റെ അടുത്ത് കുഴപ്പമില്ല. നമ്മള് പുള്ളിയെ തെറ്റിദ്ധരിച്ചാതാണ്. ഞാനത് എനിക്കത് തന്നെ മതി. നിങ്ങളോട് കൂടുതൽ പൈസ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒന്നും അല്ല, കുഴപ്പമുള്ള ഓട്ടക്കാരൊന്നും അല്ലെന്ന്. എല്ലാവരും ഒന്നും പറ്റിക്കില്ല. നിങ്ങൾ തോന്നല അത്. വളരെ ചുരുക്കം ചില ആൾക്കാർ അങ്ങനെയുള്ളത്. സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞാലേ ചുറ്റിക്കറക്കും. സ്ഥലം അറിയില്ലെന്ന് പറഞ്ഞു. അതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ പരിപാടി. അതാണ് നമുക്കറിയില്ലല്ലോ ഇത്. മാറിപ്പോയില്ലേ? ഒന്നും തോന്നുന്നില്ല. ഇല്ലേ, കുഴപ്പമില്ല. തിരുവനന്തപുരം വണ്ടിയെ പറഞ്ഞോളൂ. സമയം ചോദിച്ചൊന്നും വണ്ടി പോവില്ല. ഇപ്പോഴേ പോവില്ല, സമയമായിട്ടില്ല. അപ്പൊ പോവില്ല. ട്രെയിൻ കിടപ്പുണ്ടോ?
കുഴപ്പമില്ല.